ഹലോ, ഇന്ന് സൺഡേ ആട്ടോ. സൺഡേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സാരി ആട്ടോ ഉടുത്തുന്നത് എൻ്റെ ലൈഫ് സേവറായ ഷാരു ചേച്ചിയാണേ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൗഡർ ഇടലിൽ നിന്നും ആരംഭിക്കാം. ഇന്ന് ഫേസ് സ്കാനറിയുടെ കോമ്പാക്ട് പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും അത് പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പിരികത്തിന് കട്ടിയില്ലെങ്കിലും ഒരു വര പോലെ എന്തോ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്നും ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ഈ ബ്രോൺസ് ഷെയ്ഡാണ് കണ്ണിൻ്റെ മുകളിൽ വിടുന്നത്. കല്യാണം അല്ലേ, തിളങ്ങി നിൽക്കട്ടെ. പിന്നെ ഇങ്ങനെ ഐലൈനറൊക്കെ എഴുതി നിന്നപ്പോൾ ഒരാളല്ല 2 പേരിൽ നിന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ആൾ ഇത് കല്യാണ ചെറുക്കൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ്. ഒരുങ്ങാൻ വേണ്ടി വന്നതാണ്. എന്തുദ്ദേശിച്ചാണ് എൻ്റെ അടുത്ത് വന്നിന്ന് അറിഞ്ഞൂടെ. എന്നാലും അവരുടെ വിശ്വാസം അവരെ തന്നെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാണ്. അരുൺ ചേട്ടനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ ആളുടെ എക്സ്പ്രഷൻ. ഒന്ന് നോക്കിക്കേ. ആൾ ഊക്കിയതാണെങ്കിലും അതെനിക്കിഷ്ടപ്പെട്ടു. ചെസ് നമ്പർ 2 ആണേ. അറിയില്ലായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ആര്യ പറഞ്ഞു നമ്മളെ വണ്ടർഫുൾ ആക്കി. ഇത് കണ്ടല്ലോ നിങ്ങള്. ഇതാണ് കല്യാണ ചെറുക്കൻ്റെ മൂത്ത ചേട്ടൻ കേട്ടോ. മൂത്ത ചേട്ടനാണെന്ന് ഒരു ജാടിയില്ലാത്ത ആളാട്ടോ. ഈ മുഖത്ത് ഞാൻ അവസാനം ഒരു താജ്മഹൽ പണിത് കൊടുത്തിട്ടുണ്ടേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ എന്തെങ്കിലും സംഭവിക്കുന്നുമെന്ന് അതേ നിൽക്കുവാട്ടോ. ഇവരെ ഇങ്ങനത്തേക്ക് അവസ്ഥയിലല്ലേ നമുക്ക് വരച്ച വരയിൽ നിർത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആള് എൻ്റെ വരയിലാണ്. നല്ല മാറ്റമുണ്ട് കേട്ടോ. സത്യമായിട്ടും ഇത് ഞാൻ പറയിപ്പിച്ചല്ല കേട്ടോ. ആള് എന്നെ പറഞ്ഞതാണ്. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീരാൻ കുറച്ചധികം സമയം കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരുന്ന് കാണുക.